കഴിഞ്ഞ ദിവസമാണ് തൃശൂരിൽ നിന്നും 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവരുന്നത്. തൃശൂർ പുതുക്കാടായിരുന്നു നവജാത ശിശുക്കളെ അവിവാഹിതരായ മാതാപിതാക്കൾ കൊന്നു കുഴിച്ചു മൂടിയത്. ജൂൺ 28-ാം തീയതി രാത്രിയോടെ 2 കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി ഭവിൻ എന്ന യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. വിവാഹേതര ബന്ധത്തിലുണ്ടായ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിന്റെ അവശിഷ്ടങ്ങളാണ് തന്റെ കൈവശമുള്ളതെന്നും പറഞ്ഞാണ് യുവാവ് സ്റ്റേഷനിലെത്തുന്നത്. തനിക്ക് പെൺസുഹൃത്തിലുണ്ടായ കുട്ടികളുടേതാണ് ഈ അസ്ഥികളെന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ. യുവാവിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ഭവിനെയും ഭവിന്റെ പെൺസുഹൃത്തായ അനീഷ എന്ന യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. 2020 മുതൽ ഫേസ്ബുക്കിലൂടെയായിരുന്നു അനീഷയും ഭവിനും പരിചയപ്പെടുന്നതും ബന്ധത്തിലാകുന്നതും. അനീഷ ലാബ് ടെക്നീഷ്യനാണ്. പ്ലംബിംഗ് ജോലികൾ ചെയ്യുന്നയാളാണ് ഭവിൻ. വീട്ടുകാരറിയാതെയാണ് അനീഷ ഗർഭം ധരിക്കുന്നതും പ്രസവിക്കുന്നതും. 2021-ലാണ് ഇവർക്ക് ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്നത്. പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ പുക്കിൾക്കൊടി കഴുത്തിൽ കുടുങ്ങി കുഞ്ഞു മരിച്ചെന്നായിരുന്നു യുവതി ആദ്യം മൊഴി നൽകിയത്. പിന്നീട് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അനീഷ മൊഴി മാറ്റി. പിന്നാലെ ഈ കുഞ്ഞിനെ വീടിന്റെ പിറകുവശത്ത് കുഴിച്ചിടാൻ അനീഷ തീരുമാനിച്ചു. ഇതിനായി അവിടെ ഒരു കുഴിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് അയൽവാസിയായ ഒരു സ്ത്രീ കണ്ടതോടെ മൃതദേഹം വീടിനോട് ചേർന്നുള്ള ഒരു മാവിന്റെ ചുവട്ടിൽ പിന്നീട് കുഴിച്ചിട്ടെന്നാണ് യുവതിയുടെ മൊഴിയിൽ പറയുന്നത്. ആദ്യ കുഞ്ഞിന്റെ മരണം നടന്നതായി സംശയിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അനീഷ കുഴിയെടുക്കുന്നതായി കണ്ടെന്ന് അയൽവാസിയായ സ്ത്രീ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് 2024 ഏപ്രിലാണ്. ഈ കുഞ്ഞിനെ പ്രസവിച്ചതിന് പിന്നാലെ അത് കരഞ്ഞപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അനീഷയുടെ മൊഴി. കൊലപ്പെടുത്തിയതിനു ശേഷം അടുത്ത ദിവസം ഉച്ചവരെ വീട്ടിൽ സൂക്ഷിച്ചുവെന്നും പറയുന്നുണ്ട്. പിന്നാലെ അനീഷ കുഞ്ഞിന്റെ മൃതദേഹം മുണ്ടിൽ പൊതിഞ്ഞ് സഞ്ചിയിലാക്കി ഭവിന്റെ വീട്ടിലെത്തിച്ചു നൽകി. പിന്നീട് ഭവിനാണ് ഈ കുഞ്ഞിനെ കുഴിച്ചു മൂടിയത്. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ഇരുവരുടെയും അടുപ്പത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. അനീഷ മറ്റൊരു വിവാഹം കഴിക്കുമോ എന്ന സംശയത്തിൽ ഇവർ തമ്മിൽ വഴക്കുണ്ടായി. കൂടാതെ യുവതിക്ക് മറ്റൊരു ഫോൺ ഉള്ളതായി ഭവിൻ കണ്ടെത്തുകയും ചെയ്തിരുന്നു. അനീഷ ചതിച്ചെന്ന ധാരണയിലാണ് ഭവിൻ അർദ്ധരാത്രിയോടെ പോലീസ് സ്റ്റേഷനിലെത്തി ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുന്നത്. ഇതിന് പിന്നാലെയാണ് അനീഷയെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ആദ്യ കുഞ്ഞിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും മരണകാരണം കണ്ടെത്തുകയെന്നത് വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കുഞ്ഞ് മരിച്ച് 4 വർഷം കഴിഞ്ഞതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയെന്ന വെല്ലുവിളിയാണ് പോലീസിന് മുന്നിലുള്ളത്. 2 കുഞ്ഞുങ്ങളെയും യുവതി വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രസവിക്കുന്നത്. യൂട്യൂബ് നോക്കി ശുചിമുറിയിൽ വെച്ചാണ് പ്രസവിച്ചതെന്നും ഗർഭം മറച്ചുവെക്കാൻ വയറ്റിൽ തുണി കെട്ടിയെന്നും യുവതി പോലീസിനോട് പറഞ്ഞു. 2 പ്രസവകാലവും മറച്ചുപിടിക്കാൻ യുവതി ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും യുവതിക്കൊരു സഹായമായിരുന്നു.